ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ വാസ്ലിൻ ഗ്ലൂട്ടാ ഹെയർ ലോഷൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നത്. ഞാനിപ്പോൾ ഈ ലോഷൻ 3 months അല്ല അതിനെക്കാട്ടും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് നല്ലൊരു വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസിയാണ്. ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. നോൺ സ്റ്റിക്കി അല്ല, ബാക്കിയൊക്കെ ഇടുന്ന പോലെ ഈ ഒരു സ്റ്റിക്കിനെസ് ഫീൽ ചെയ്യില്ല. പിന്നെ ഓയിലി ഒന്നുമില്ല, നമ്മളൊന്നും ഇട്ടിട്ടില്ലാന്ന് തോന്നും. ഭയങ്കര വാട്ടറി ആണ്, ഭയങ്കര സോഫ്റ്റ്, പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. സ്കിന്ന് കുറച്ച് സോഫ്റ്റ് ഒക്കെ ആയിട്ട് തോന്നും. ഈ ഒരു പ്രൊഡക്റ്റിൽ ഇവർ തന്നെ ക്ലെയിം ചെയ്യുന്നതാണ് നമ്മളെ സ്കിന്ന് കുറച്ചുകൂടി ഗ്ലോ ആവും, സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവും എന്നൊക്കെ. പക്ഷെ ഞാനിപ്പോൾ ഇത്രയും മാസങ്ങൾ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇതിന് ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയാണ്, നയാസിനമൈഡ് ഉണ്ട്, ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്, എല്ലാം ഉണ്ട് സ്കിൻ ബ്രൈറ്റ് ആവാനുള്ളതാണ് ഈ ഫാക്ടേഴ്സ് ഒക്കെ. എങ്കിലും അതൊക്കെ ചെറിയ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റിയിലായിരിക്കും ഉള്ളത്. എന്തുകൊണ്ടോ എൻ്റെ സ്കിന്നിൽ എനിക്ക് ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അത്രയേ പറയാൻ പറ്റൂ. മോയ്സ്ചറൈസർ എന്നുകൂടി പറയാൻ പറ്റില്ല, കാരണം എൻ്റെ സ്കിൻ അത്രയൊന്നും ഹൈഡ്രേറ്റഡ് ആക്കുന്നില്ല. എൻ്റെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആ ഒരു ഇതിൽ വരുന്ന ടൈപ്പാണ്. പക്ഷെ എന്നിട്ട് പോലും എനിക്കത് പെർഫെക്റ്റ് അല്ല. എനിക്ക് യൂസ് ചെയ്യുമ്പോഴും ഭയങ്കര ഹൈഡ്രേഷനോ ഒന്നും തോന്നുന്നില്ല. ഇതിൽ മോയ്സ്ചറൈസേഷന് വേണ്ടിയിട്ട് തന്നെ ഇവർ ആഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വാട്ടർ, ഗ്ലിസറിൻ, പെട്രോലാറ്റം, സോഡിയം ഹൈലറോണേറ്റ്. ഇതൊക്കെ സ്കിന്നിന് മോയ്സ്ചർ തരാനും നമ്മുടെ മോയ്സ്ചർ ലോസ് ആയി പോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പക്ഷെ എന്നാലും അത്ര അങ്ങനെ നമ്മളുടെ മോയ്സ്ചറിനെ ലോക്ക് ചെയ്യുന്നില്ല, അത്ര ഹൈഡ്രേഷൻ ഒന്നും തരുന്നില്ല ഈ ഒരു പ്രൊഡക്റ്റ് ഇവർ ക്ലെയിം ചെയ്യുന്നത് പോലെ. പിന്നെ ഇത് സെൻസിറ്റീവ് സ്കിന്നുകാർ ഒരിക്കലും യൂസ് ചെയ്യരുത്. അവർക്ക് ഒരിക്കലും ഇത് പറ്റില്ല, കാരണം ഫ്രേഗ്രൻസ് ഉണ്ട്. ഫ്രേഗ്രൻസ് ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവാനും ഒക്കെ റീസൺസ് ആയിരിക്കും. സോ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഡ്രൈ സ്കിന്നുകാർക്കും അത്ര എങ്ങാണ്ട് യൂസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നോർമൽ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ അവർക്കിത് യൂസ് ചെയ്യാം. അല്ലാതെ വേറെ സ്കിൻ ടൈപ്പുകാർക്കൊന്നും അത്ര അങ്ങ് വർക്ക് ആവില്ല, കാരണം ഒരു യൂസും ഇല്ല ഇതിനെ കൊണ്ട്. മോയ്സ്ചറൈസേഷൻ ഉണ്ടോ? അതില്ല. ബ്രൈറ്റൻ ആവുന്നുണ്ടോ? അതും ഇല്ല. ഗ്ലോ ഉണ്ടോ? അതും ഇല്ല. എനിക്ക് യൂസ് ചെയ്തപ്പോൾ പേഴ്സണലി തോന്നിയ കാര്യമാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്കത് യൂസ് ചെയ്തപ്പം ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഉണ്ടോ, അല്ലെ എനിക്ക് മാത്രമാണോ അങ്ങനെ ഫീൽ ചെയ്തത്? പക്ഷെ ഇതൊരു ബോഡി ലോഷനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആണ്, വാട്ടർ ലൈക്ക് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബോഡി ലോഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക ഒരു ബോഡി ലോഷന്. അങ്ങനെ നോക്കുമ്പം ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ബോഡി ലോഷൻ. അല്ലാതെ നമ്മൾ സ്കിന്നിലേക്ക് ഫേസിലേക്ക് അത്ര യൂസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് സെൻസിറ്റീവ് സ്കിന്നുകൾക്കൊക്കെ. ഇത്രയും മാസം യൂസ് ചെയ്തപ്പം എനിക്ക് തോന്നിയതാണ് ഇതൊക്കെ. നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസസ് ആണുള്ളതെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക. ഇതേപോലത്തെ വേറെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യും. ബൈ.